നമുക്ക് അവകാശപ്പെട്ട പണമാണ്, നമ്മുടെ നികുതി വിഹിതമാണ്. ഇത് BJPയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ ഓഫീസിൽ നിന്ന് തരുന്ന പണമല്ല. ഒരു യൂണിയൻ ഗവൺമെൻറ് എന്ന നിലയിൽ സംസ്ഥാനങ്ങൾ നൽകേണ്ട പകരണം അത് ലഭിക്കണം. അപ്പം അത് നടപ്പിലാക്കുന്നത് വഴി അവർ ചില അജണ്ടകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കരിക്കുലത്തിനകത്ത് അവർ പറയുന്ന വർഗീയ അജണ്ട നടപ്പിലാക്കണം, അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ റെക്കമെൻഡേഷൻ, വിദ്യാർത്ഥി വിരുദ്ധമായ പല റെക്കമെൻഡേഷൻ അതിനകത്തുണ്ട്. അപ്പം ആ ഒരു സമീപനം നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പാടില്ല. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടതോടെ വലിയ ആശങ്കയാണ് CPI അടക്കം ഉയർത്തിയത്. ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ SFI ദേശീയ പ്രസിഡന്റ് ആദർശ് സജി മീഡിയയോടൊപ്പം ചേരുകയാണ്. ഇപ്പം വലിയ ആശങ്ക PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടതോടെ ഉണ്ടാകുന്നത്. CPI അടക്കം വലിയ അതൃപ്തി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് SFIയുടെ ഇപ്പോൾ ഇതിലുള്ള ഒരു നിലപാട്? 2019 ദേശീയ വിദ്യാഭ്യാസ നയം 2020 കരട് വന്ന ഘട്ടം മുതൽ തന്നെ SFIയുടെ നേതൃത്വത്തിൽ രാജ്യത്താകമാനം തന്നെ വലിയ പ്രക്ഷോഭം SFI നേതൃത്വം ഇന്നും അത് തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ കേന്ദ്രീകരിക്കുക, വർഗീയവൽക്കരിക്കുക, കച്ചവടവൽക്കരിക്കുക എന്ന സമീപനമാണ് സംഘപരിവാറിൻ്റെ അജണ്ടയെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെതിരായി രാജ്യത്താകമാനം തന്നെ സമരം നടത്തിക്കൊണ്ടുവരുന്നു. ഈ പർട്ടിക്കുലർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എല്ലാ സംസ്ഥാനത്തിനും അർഹതപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണ്. അതുവഴി ലഭിക്കേണ്ട തുകകൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിക്കണം, അതുമായി ബന്ധപ്പെട്ട് കേരളത്തിനും ലഭിക്കണം. ഇപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അവകാശപ്പെട്ട പണമാണ്, നമ്മുടെ നികുതി വിഹിതമാണ്. ഇത് BJPയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ ഓഫീസിൽ നിന്ന് തരുന്ന പണമല്ല. ഒരു യൂണിയൻ ഗവൺമെൻറ് എന്ന നിലയിൽ സംസ്ഥാനങ്ങൾ നൽകേണ്ട പകരണം അത് ലഭിക്കണം. അപ്പം അത് നടപ്പിലാക്കുന്നത് വഴി അവർ ചില അജണ്ടകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കരിക്കുലത്തിനകത്ത് അവർ പറയുന്ന വർഗീയ അജണ്ട നടപ്പിലാക്കണം, അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ റെക്കമെൻഡേഷൻ, വിദ്യാർത്ഥി വിരുദ്ധമായ പല റെക്കമെൻഡേഷൻ അതിനകത്തുണ്ട്. അപ്പം ആ ഒരു സമീപനം നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പാടില്ല. ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുകയും ചെയ്യണം. അതിൻ്റെ മറവിൽ ഇത്തരത്തിലുള്ള അജണ്ടകൾ അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ശക്തമായിട്ടുള്ള പ്രതിരോധം SFIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. നിലവിൽ ഒരു ആശങ്ക അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. പല വിദ്യാർത്ഥി സംഘടനകളും പല രാഷ്ട്രീയ സംഘടന എല്ലാം തന്നെ ആശങ്കകൾ പറയുന്നുണ്ട്. പക്ഷെ ആ ആശങ്കകൾ ലഘൂകരിക്കാൻ വേണ്ടി ഗവൺമെൻറ് എന്ന നിലയിൽ മുൻകൈ എടുക്കണം. അതിനകത്തുള്ള മാനദണ്ഡം ദേശീയ പ്രസിഡന്റ് നിലയ്ക്ക് ഈ വിഷയം സംസാരിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ പ്രതിനിധികളുമായിട്ട് ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് സംസാരിച്ച് നമുക്കുണ്ടായിട്ടുള്ള ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തണമെന്ന് പറയും. പറഞ്ഞതുപോലെ കരിക്കുലം, അതോടൊപ്പം തന്നെ അവരുടെ NEPയുടെ റെക്കമെൻഡേഷൻ വഴി വിദ്യാഭ്യാസ സംവിധാനത്തിനകത്തേക്ക് ഇടപെടാൻ ശ്രമിച്ചാൽ, അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അതിന് ശക്തമായിട്ടുള്ള എതിർപ്പ് SFIയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അപ്പോൾ തന്നെ ഇപ്പോൾ കേരളത്തിന് അവകാശപ്പെട്ട 1440 കോടി രൂപ അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അതായത് സാധാരണപ്പെട്ട കേരളത്തിലെ ഓരോ വിദ്യാർത്ഥികൾക്കും കേരള ജനതയ്ക്ക് അവകാശപ്പെട്ട പണമാണ്. അത് നൽകാതിരുന്നാൽ അതിനെതിരായും അത് കേരളത്തിന് അർഹതപ്പെട്ട പണമാണ്. അത് ഇത്തരത്തിലുള്ള അവിടെ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി പല പദ്ധതികൾ അവർ നടപ്പിലാക്കിക്കൊണ്ട് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക, വർഗീയവൽക്കരിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ മേഖല അവർ ഏത് നില പരിശ്രമിച്ചാലും കേരളം ബദൽ ഉയർത്തും. അവിടുത്തെ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ SFI ശക്തമായി തന്നെ അതിനെ പ്രതിരോധിക്കുന്ന സമീപനം സ്വീകരിക്കും. വിദ്യാഭ്യാസ മന്ത്രിയെ കാണുന്നുണ്ടോ കേരളത്തിലെ സംസ്ഥാന ഭാരവാഹികൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കണ്ടുകൊണ്ട് അതിനകത്തുള്ള മാനദണ്ഡം ഇപ്പം നമ്മൾ ആ PM ശ്രീയുടെ യോഗം വിളിച്ച ഘട്ടത്തിൽ തന്നെ SFIയുടെ ഭാരവാഹികൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് അവർ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ അജണ്ടകളുണ്ട്, അത് നടപ്പിലാക്കാൻ വേണ്ടി പാടില്ല. CPI പറയുന്നത് കൂടിയാലോചനകൾ നടന്നില്ല, ചർച്ചകൾ വ്യക്തമായി നടന്നില്ല. SFI പ്രതിനിധികളുമായിട്ടുള്ള ഈ വിഷയത്തിൽ ചർച്ച ചെയ്തിരുന്നു. വിദ്യാർത്ഥി സംഘടനകളായിട്ടുള്ള ചർച്ച നടന്നിട്ടുണ്ട്. അതിനകത്ത് SFI പ്രതിനിധികൾ സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ആശങ്കകൾ അതിനകത്ത് ആ ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അത് എല്ലാ സംസ്ഥാനങ്ങളും അർഹത അത് നടപ്പിലാക്കണം, കേരളത്തിന് ലഭിക്കണം, കൂടുതൽ പദ്ധതികൾ ലഭിക്കണം, അതുവഴി തുക ലഭിക്കണം. നമ്മുടെ വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ അത് പലപ്പോഴും തടഞ്ഞു വെക്കുന്ന ഒരു സമീപനം അവർ സ്വീകരിക്കുന്നു. ഇപ്പോൾ കേരളത്തിന് കഴിഞ്ഞ 3-4 വർഷമായിട്ട് അവർ ഫണ്ട് അനുവദിക്കുന്ന സമീപനം, അതായത് അവിടെ ഒരു ഇടതുവശ ബദൽ ഉയർത്തുന്നു. നമ്മുടെ കേരളത്തിന് രാജ്യത്തിനാകമാനം തന്നെ മാതൃകയായ വിദ്യാഭ്യാസ സ്കൂളുകൾ, സംവിധാനങ്ങൾ കേരളത്തിനകത്തുണ്ട്. അപ്പോൾ അതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഘട്ടത്തിൽ തന്നെ ഈ നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇനിയും നിരവധി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കണം, കേരളത്തിന് അർഹതപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹതപ്പെട്ട ലഭിക്കണം. അപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വഴി അവരുദ്ദേശിക്കുന്ന വർഗീയ അജണ്ടകൾ നടപ്പിലാക്കണം എന്നൊരു ധാരണ അവർക്കുണ്ടെങ്കിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ SFI ഉണ്ടാവും. അവരുടെ സിലബസോ അവർ പറയുന്ന വർഗീയ അജണ്ടകളിൽ ഒന്നും കേരളത്തിനകത്ത് നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. അതിന് ശക്തമായിട്ടൊരു സമരം, ആ സമീപനം സ്വീകരിച്ച് അവർ മുന്നോട്ട് വരും. അപ്പോൾ തന്നെ കേരളത്തിന് അർഹതപ്പെട്ട പണം, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഇനിയും കേരളത്തിന് ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് SFIക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഇതിൽ സംസ്ഥാന സർക്കാർ ആശങ്കകൾ പരിഹരിക്കണം. അതുപോലെ തന്നെ RSSന്റെയും BJPയുടെയും ഹിന്ദുത്വ അജണ്ടകൾ കേരളത്തിൽ ഒരിക്കലും നടപ്പിലാക്കൽ അനുവദിക്കില്ല എന്നതാണ് SFI ഇപ്പോൾ മീഡിയയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഹരി മുണ്ടുവിനൊപ്പം അരവിന്ദ് പിയ, മീഡിയ.